Hi, good morning to all. Bright Academyയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കറണ്ടിൻ്റെ പല ഇഫക്ട്സുകളെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ഹീറ്റിംഗ് ഇഫക്ട്സ് ജൂൾസ് ലോ പറഞ്ഞു, ലൈറ്റിംഗ് ഇഫക്ട്സ് ബൾബുകളെക്കുറിച്ച് പഠിച്ചു. ഇവിടെ നമ്മൾ കറണ്ട് കടന്നു പോകുമ്പോൾ കാന്തിക മണ്ഡലം ഉണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രൊഡ്യൂസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ബാർ മാഗ്നറ്റ്. എന്താണ് ബാർ മാഗ്നറ്റ്? ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് 2 ധ്രുവങ്ങളുണ്ട്, പോൾസ് ഉണ്ട്, നോർത്തും സൗത്തും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതിന് ചുറ്റും നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്നും സൗത്തിലേക്കാണെന്ന് നമുക്കറിയാം. 2 നോർത്ത് പോളുകൾ റിപ്പൽ ചെയ്യും, വികർഷിക്കുമെന്നും 2 സൗത്ത് പോളുകൾ വികർഷിക്കും. ഒരു നോർത്തും സൗത്തും ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും, ആകർഷിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് പോൾസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്സ്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇവിടെ ചിത്രത്തിൽ ബാർ മാഗ്നറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്, അതുപോലെ സോളിനോയിഡ് അഥവാ ഇലക്ട്രോ മാഗ്നറ്റ്. എന്താ സോളിനോയിഡിൻ്റെ പ്രത്യേകത? കറണ്ട് കടന്നു പോകുമ്പോൾ അത് ഒരു ബാർ മാഗ്നറ്റിനെ പോലെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 2ൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ചിത്രീകരിച്ചതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 2ൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്നും തുടങ്ങി സൗത്തിലേക്കാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ സിമിലർ. കാന്തിക ബലരേഖകൾ 2നും സെയിം ആണ്. ബാർ മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും നമുക്കിവിടെ ബാറ്ററിയുടെ പൊളാരിറ്റി മാറ്റിയാൽ മാറ്റാൻ സാധിക്കും. അപ്പോൾ ബാറ്ററിയുടെ പൊളാരിറ്റി, അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിയാൽ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പൊളാരിറ്റി മാറും. നോർത്തിന് പകരം സൗത്തും, സൗത്തിന് പകരം എന്തായിട്ടും മാറും? നോർത്തായിട്ടും മാറും. അതായത് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. പക്ഷേ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് സ്ട്രെങ്ത് കൂട്ടാം. അതായത് കറണ്ടിൻ്റെ എമൗണ്ടിനനുസരിച്ച് നമുക്ക് സ്ട്രെങ്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. മനസ്സിലായോ? ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ കമ്പാരിസൺ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ചോദിക്കുമ്പോൾ എഴുതാം 2ൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സിമിലറാണ്. വ്യത്യാസം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർ മാഗ്നറ്റിന് മാഗ്നറ്റിക് പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. കറണ്ടിൻ്റെ അളവിനനുസരിച്ച് ഇയാളുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് മാറ്റാം. ബാർ മാഗ്നറ്റിൽ അത് പറ്റില്ല. അപ്പോൾ കറണ്ടിൻ്റെ അളവിനനുസരിച്ചും കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചും മാഗ്നറ്റിക് നോർത്തും സൗത്തും ഒക്കെ മാറ്റാൻ പറ്റുന്ന ആളാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റിന് ഇതെല്ലാം പെർമനൻ്റാണ്, സ്ഥിരമാണ്, മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിനെ ടെമ്പററി മാഗ്നറ്റ്, താൽക്കാലിക കാന്തം എന്ന് പറയുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കും താൽക്കാലിക കാന്തം, സ്ഥിരകാന്തം. കാന്തിക ശക്തി സ്ഥിരമായുള്ളതാണ് സ്ഥിരകാന്തം, താൽക്കാലികമായുള്ളതാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ്, താൽക്കാലിക കാന്തം. കറണ്ട് കടന്നു പോകുമ്പോൾ മാത്രമേ ഇയാൾക്ക് കാന്തിക ശക്തിയുള്ളൂ. അപ്പോൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ പഠിച്ചു. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കോമ്പസ് നീഡിൽ അല്ലേ, കോമ്പസ് നീഡിൽ എപ്പോഴും നോർത്ത് സൗത്ത്, മാഗ്നറ്റിക് നീഡിൽ കാന്തസൂചി പറയുന്ന സാധനം എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് നിൽക്കുക. അപ്പോൾ അതിൻ്റെ റെഡ് എൻഡ് നോർത്തും ബ്ലാക്ക് എൻഡ് സൗത്തും ആയിരിക്കും. അപ്പം ഈ നോർത്ത് സൗത്ത് ഡയറക്ഷൻ നോക്കിയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പൊളാരിറ്റി അല്ലെങ്കിൽ അടയാളപ്പെടുത്താത്ത മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് ഇവിടെ വരുമ്പോൾ റിപ്പൽ ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഭാഗം എന്താണെന്ന്, നോർത്താണെന്ന്. അതുപോലെ ഇവിടെ വയ്ക്കുമ്പോഴും റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നോർത്താണ്. എന്നാൽ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായി മാറും? സൗത്തായി മാറും. അപ്പോൾ ലൈക്ക് പോൾസ് റിപ്പൽസ്, അൺലൈക്ക് പോൾസ് അട്രാക്ട്സ്. അതാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ പറയും. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ നമ്മൾ ഈസ്റ്റഡ്, ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് യാദൃശ്ചികമായിട്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻ്റൽ ഫിഗേഴ്സാണിത്. ഇതിൻ്റെ സഹായത്താൽ നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഫിഗർ 1 ബാറ്ററിയുടെ പോസിറ്റീവ് എയിലും നെഗറ്റീവ് ബിയിലുമാണ്. അതായത് കറണ്ട് ഫ്ലോ ഫ്രം എ ടു ബി. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? എയിൽ നിന്നും ബിയിലേക്കാണ്.
കോമ്പസ് നീഡിൽ കാന്തസൂചി ഞാൻ കണ്ടക്ടറിൻ്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കാന്തസൂചി എങ്ങോട്ട് നീങ്ങി? വെസ്റ്റിലോട്ട് തിരിഞ്ഞു. എന്തുകൊണ്ടാണ് വെസ്റ്റ് എന്ന് അടയാളപ്പെടുത്തിയത്? സൗത്തിനും നോർത്തും ഇങ്ങനെയാണെങ്കിൽ മുകളിലെ വെസ്റ്റും താഴെ ഈസ്റ്റും. അപ്പോൾ നോർത്ത്, അതായത് സൂചിയുടെ നോർത്ത് എൻഡ് എങ്ങോട്ട് നീങ്ങുന്നു? വെസ്റ്റിലേക്ക്. അല്ലെങ്കിൽ നമുക്ക് പറയാം ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അപ്രദക്ഷിണ ദിശയിലേക്ക് സൂചി വിഭ്രംശിക്കും, ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എയിൽ നിന്നും ബിയിലേക്ക് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ? ഇലക്ട്രോൺസ് ആർ ഫ്ലോസ് ഫ്രം ബി ടു എ. ഇലക്ട്രോണ് കറണ്ടിന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ കറണ്ട് എയിൽ നിന്നും ബിയിലേക്കാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും? ബിയിൽ നിന്നും എയിലേക്കായിരിക്കും. അതുകൂടെ മനസ്സിലാക്കി വെക്കണം. ഫിഗറിൽ ഡയഗ്രാം തന്നിട്ട് നമുക്ക് ഡയറക്ഷൻ പറയാനുള്ള ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ. അതുപോലെ ഡയഗ്രാം വരയ്ക്കാനുമാണ് ഉണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കറണ്ടിൻ്റെ ഡയറക്ഷൻ എയിൽ നിന്നും ബിയിലേക്കാണ്. മാഗ്നറ്റിക് നീഡിൽ കണ്ടക്ടറിൻ്റെ ബോട്ടം പാർട്ടിലാണ്, താഴെയാണെങ്കിൽ നോർത്ത് എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും? ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് ടുവാർഡ്സ് വെസ്റ്റ്. ഇനി ഫിഗർ 2 ഞാൻ ബാറ്ററിയുടെ പൊളാരിറ്റി മാറ്റിയപ്പോൾ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടായി? ഫ്രം ബി ടു എ. ഫ്രം ബി ടു എ. അപ്പോൾ നോർത്ത് പോൾ എങ്ങോട്ടാണ് നീങ്ങിയത്? ടുവാർഡ്സ് ഈസ്റ്റ്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങോട്ടാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും? എ ടു ബി. ഇനി ഇതേ എക്സ്പെരിമെൻറ്റ് കണ്ടക്ടറിൻ്റെ മുകളിലാണ് നീഡിൽ വെക്കുന്നതെങ്കിൽ, കാന്തസൂചി വെക്കുന്നതെങ്കിൽ, കറണ്ട് ഇസ് ഫ്ലോ ഫ്രം എ ടു ബി, ദ നീഡിൽ ഡിഫ്ലക്ട്സ് നോർത്ത് ടു ഈസ്റ്റ്. നോർത്ത് നിന്ന് എങ്ങോട്ട് തിരിയുന്നു? ഈസ്റ്റിലേക്ക്, അതായത് ക്ലോക്ക് വൈസിലെ ഡയറക്ഷനിലും. കറണ്ട് ഫ്ലോസ് ഫ്രം ബി ടു എ ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനുമായിരിക്കും. അപ്പോൾ ഫിഗർ 1 കറണ്ട് എ ടു ബി ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക്, ഫിഗർ 2 ബി ടു എ ക്ലോക്ക് വൈസ്. ഇഫ് compass needle, magnetic needle is above the conductor, the deflection is opposite to the first figure, that is clockwise direction. In the fourth figure, deflection is opposite to the second figure if the magnetic needle is above the conductor. അപ്പോൾ നീഡിൽ ബിലോ ദ കണ്ടക്ടർ, മാഗ്നറ്റിക് നീഡിൽ ബിലോ ദ കണ്ടക്ടർ ആവുന്നതിൻ്റെ നേരെ വിപരീതമായിരിക്കും നീഡിൽ കണ്ടക്ടറിൻ്റെ എബവ് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ആംബിയേഴ്സ് നീന്തൽ നിയമം, ആംബിയറിൻ്റെ നീന്തൽ നിയമം, അല്ലെങ്കിൽ ആംബിയേഴ്സ് സ്വിമ്മിങ് റൂൾ എന്ന് പറയുന്നത്. റൂൾ നമുക്ക് പഠിക്കാനില്ല. ഇപ്പോൾ റൂള് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നീന്തുന്ന ആളുടെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ അയാളുടെ ഇടത്തെ കൈയുടെ ദിശയിലേക്കാണ് എന്ത് നീങ്ങുക? നീഡിൽ നീങ്ങുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ റൂള് പഠിക്കാനില്ല, അത് നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി, ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സ്വിമ്മിങ് റൂൾ ഇത്രയേ ഉള്ളൂ. കോമ്പസ് നീഡിലിൻ്റെ മുകളിലൂടെ നീന്തുകയാണെങ്കിൽ അയാളുടെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആവുമ്പോൾ ഇടത്തെ കൈയുടെ ദിശയിലേക്ക് ആര് നീങ്ങും? നീഡിൽ ഡിഫ്ലക്റ്റിംഗ്. അപ്പോൾ റൂളിൻ്റെ പേര് ആംബിയേഴ്സ് സ്വിമ്മിങ് റൂളാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇഫ് കറണ്ട് ഇസ് ഫ്രം എ ടു ബി, അതായത് സൗത്ത് ടു നോർത്ത് ആണെങ്കിൽ ദ ഡിഫ്ലക്ഷൻ ഓഫ് നീഡിൽ ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ആൻഡ് കറണ്ട് ഇസ് ഫ്രം നോർത്ത് ടു സൗത്ത് ആണെങ്കിൽ ഡിഫ്ലക്ഷൻ ഈസ് ക്ലോക്ക് വൈസ്. ഇനി നമുക്ക് പറയാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ലീനിയർ കണ്ടക്ടർ. ഒരു ഋജു ചാലകത്തിന്, നിവർന്ന ചാലകത്തിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അതുപോലെ സർക്കുലർ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയും കുറിച്ചാണ്. ഇപ്പോൾ ഒരു കാർഡ്ബോർഡിൽ നടുക്കിലൂടെ നമ്മളെ കണ്ടക്ടർ എന്ത് ചെയ്യുക? തുളച്ച് കയറ്റാം. അങ്ങോട്ട് ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്താൽ ഈ കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ വരച്ച് കാണിക്കാൻ കാർഡ്ബോർഡിലൂടെ കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ഈ കണ്ടക്ടറിന് എന്ത് ചെയ്യാം? കറണ്ട് കടത്തിവിടാം.
കറണ്ട് കടത്തി വിടുമ്പോൾ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ കണ്ടക്ടർ മുകളിലേക്കാണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. അപ്പോൾ മുകളിലേക്കാവുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? സർക്കിളായിട്ടാണ്. കണ്ടക്ടർ സെൻറ്ററായിട്ടുള്ള സർക്കിൾസാണ് ഇതെല്ലാം. അപ്പോൾ ഈ കണ്ടക്ടർ സെൻറ്ററായിട്ട് വരുന്ന സർക്കിൾസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇനി കണ്ടക്ടറിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയാലോ? കറണ്ട് താഴേക്കാണെങ്കിലോ? താഴേക്കാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ക്ലോക്ക് വൈസ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായി മാറും? ക്ലോക്ക് വൈസ് ആയിട്ട് മാറും. ഡയറക്ഷൻ ഓഫ് കറണ്ട് നമുക്ക് ഡൗൺവേർഡ് ആവുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താവുന്നു? ക്ലോക്ക് വൈസ് ആവുന്നു. കറണ്ട് അപ്വേർഡ് ആവുന്ന സമയത്തോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പം ഇതിൻ്റെ റൂൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉണ്ട്. മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത്, നിങ്ങൾ വലത്തെ കയ്യിൽ കറണ്ട് കാര്യം കണ്ടക്ടർ പിടിക്കുക. എങ്ങനെ പിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളവിരൽ തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വരത്തക്ക വിധം പിടിച്ചാൽ, അപ്പോൾ ഇതാ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തമ്പിൻ്റെ ഡയറക്ഷൻ കറണ്ടിനെ കാണിക്കുമ്പോൾ ഈ കണ്ടക്ടറിനെ ചുറ്റിപ്പിടിച്ച വിരലുകൾ എങ്ങോട്ടാണോ ആ ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ ഞാൻ പിടിച്ചത് നോക്കിക്കഴിഞ്ഞാൽ തമ്പ് മുകളിലേക്ക്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാണ്? ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെയെന്ന് പറയുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. വിരലുകൾ കിടക്കുന്നത് എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ the direction of magnetic field is anti-clockwise. If the direction of current is downward, the magnetic field lines are clockwise. Magnetic field lines എന്തായിരിക്കും? ക്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ കാർബോർഡിനെ തുളച്ച് കയറിയ കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൽ കാർബോർഡിൽ വെച്ച ശേഷം നമ്മൾ കറണ്ട് കടത്തിവിടെ 2 എൻഡിലൂടെ ബാറ്ററി കണക്ട് ചെയ്യാം. കോമ്പസ് നീഡിൽ എടുത്തിട്ട് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യും. ഇങ്ങോട്ട് കോമ്പസ് നീഡിൽ കാണിക്കുന്ന ആരോ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ സർക്കിൾസ് വരയ്ക്കുന്നത്. അപ്പം സർക്കിൾസ് വരയ്ക്കുന്ന മെത്തേഡൊന്നുമില്ല. നിങ്ങൾ കണ്ടക്ടറിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് മുകളിലേക്ക് A to B ആണെങ്കിൽ, കറണ്ടിൻ്റെ ഡയറക്ഷൻ A to B ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സർക്കിൾസ്, ഈ കണ്ടക്ടർ സെൻറ്റർ ആയിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുക. വരച്ച ശേഷം തമ്പ് റൂൾ, മാക്സ്വെല്ലിൻ്റെ തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കറണ്ട് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. അപ്പോൾ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്രദക്ഷിണ ദിശയിലായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും, അപ്രദക്ഷിണ ദിശയിലായിരിക്കും. ഇനി തിരിച്ച് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ മാഗ്നറ്റിൻ്റെ കണ്ടക്ടറിൻ്റെ എൻഡ് എന്ത് ചെയ്യുക? മാറ്റി കണക്ട് ചെയ്യുക. ബാറ്ററിയുമായിട്ടുള്ള കണക്ഷൻ മാറ്റി നെഗറ്റീവും പോസിറ്റീവും ആക്കി കൊടുത്തപ്പോൾ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് വരുന്നു? ബിയിൽ നിന്നും എയിലേക്കാണ്. കറണ്ട് ഡയറക്ഷൻ ബിയിൽ നിന്നും എയിലേക്കായപ്പോൾ എന്ത് സംഭവിച്ചു? ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് ദ കണ്ടക്ടർ ഈസ് സർക്കിൾസ് അല്ലേ? ഡയറക്ഷനോ അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ദ ഡയറക്ഷൻ ഈസ് ഇനി വരിക ക്ലോക്ക് വൈസ്. പ്രദക്ഷിണ ദിശയിലായിരിക്കും. അപ്പോൾ ഡയഗ്രാം വരച്ച് പഠിക്കുക. ക്ലിയർ ആണല്ലോ? ഡയഗ്രാം വരച്ച് പഠിച്ചേക്കുക. കറണ്ടിൻ്റെ ഡയറക്ഷൻ A to B, അതായത് എയുടെ ഭാഗത്ത് പോസിറ്റീവും ബിക്ക് നെഗറ്റീവും ആകുമ്പോൾ കറണ്ട് അപ്വേർഡാണ്. അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി A to B എന്നതിന് പകരം കറണ്ടിൻ്റെ മാഗ്നറ്റിൻ്റെ ടെർമിനൽസ് മാറ്റി കൊടുത്തു. നെഗറ്റീവ് എക്കും ബിക്ക് പോസിറ്റീവ് കൊടുത്തപ്പോൾ കറണ്ട് അവിടെ നിന്ന് എങ്ങോട്ടായി? ബിയിൽ നിന്നും എയിലേക്കായി. ബിയിൽ നിന്ന് എയിലേക്കായപ്പോൾ എന്ത് സംഭവിച്ചു? അക്കോർഡിംഗ് ടു തമ്പ് റൂൾ ഡയറക്ഷൻ ഈസ് ക്ലോക്ക് വൈസ്. ഇതേ റൂള് തന്നെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന പേരിൽ, മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന പേരിലും ഇതിനെ നമുക്ക് മാറ്റി വിളിക്കാം. തമ്പ് റൂൾ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്തിനാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ? to find the magnetic field, direction of magnetic field around a current carrying conductor. Right hand thumb rule. Right hand thumb rule ഉപയോഗിക്കുന്നത് എന്തിനാണ്?
ടു ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. വൈദ്യുതവാഹിയായ ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ഡയറക്ഷൻ, ദിശ കാണാനുള്ള നിയമമാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അല്ലെങ്കിൽ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. സ്ക്രൂ കണ്ടില്ല എല്ലാവരും? സ്ക്രൂവിൻ്റെ ടിപ്പ്, ദ ടിപ്പ് ഓഫ് ദ സ്ക്രൂവിൻ്റെ ടിപ്പ് താഴേക്ക്, അങ്ങനെയല്ലേ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യാം. അപ്പോൾ സ്ക്രൂവിൻ്റെ ടിപ്പിൻ്റെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ തിരിക്കാൻ അങ്ങോട്ടാ വലത്തോട്ട്. അപ്പോൾ വലത്തോട്ടുള്ള ദിശയായിരിക്കും ആരുടെ? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ ടിപ്പ് ഓഫ് ദ സ്ക്രൂ കറണ്ട് ആവുമ്പോൾ സ്ക്രൂവിൻ്റെ റൊട്ടേഷൻ ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ടിപ്പ് ഓഫ് ദ സ്ക്രൂ ഡയറക്ഷൻ ഓഫ് കറണ്ടിനെ സൂചിപ്പിച്ചാൽ സ്ക്രൂവിൻ്റെ അറ്റം കറണ്ടിൻ്റെ ദിശയും സ്ക്രൂ എങ്ങോട്ടാണോ തിരിക്കുന്നത് വലത്തോട്ട് തിരിക്കും ടൈറ്റ് ചെയ്യാൻ. അപ്പോൾ ആ വലത്തോട്ടാണ് ആരുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. അപ്പോൾ സ്ക്രൂവിൻ്റെ ടിപ്പ് കറണ്ടിനെ സൂചിപ്പിക്കുകയും ഡയറക്ഷൻ ഓഫ് സ്ക്രൂ എന്തിനെയും സൂചിപ്പിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഏത് റൂൾ വെച്ചിട്ടും നമുക്കിതിൻ്റെ ഡയറക്ഷൻ പറയാൻ സാധിക്കും. അപ്പോൾ മാഗ്നറ്റിക് ലൈൻസ് അറൗണ്ട് ലീനിയർ കണ്ടക്ടർ, നിവർന്ന ഋജുചാലകത്തിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസാണ് വരച്ചിരിക്കുന്നത്. ഇനി ഇതേപോലെ നമുക്ക് പറയാനുള്ളത് സർക്കുലർ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസാണ്. സർക്കുലർ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ പറയുമ്പോൾ ഇതേപോലെ ഒരു കണ്ടക്ടർ എടുത്തിട്ട് ഒരു വളയം അല്ലേ രൂപത്തിലാക്കാം. ഇതാ ഇങ്ങനെ വളയ രൂപത്തിലാക്കിയിട്ട് കാർബോർഡിലൂടെ കടത്തി വിട്ടിട്ട് രണ്ട് അറ്റമുണ്ടല്ലോ, ഈ രണ്ടറ്റം ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ രണ്ടറ്റം ബാറ്ററിയായിട്ട് കണക്ട് ചെയ്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ എയിൽ നിന്നും ബിയിലേക്കാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയാൽ ഇപ്പോൾ നമ്മളിതിന് എന്ത് ചെയ്യുക? രണ്ട് ലീനിയർ കണ്ടക്ടർ ഘടിപ്പിച്ച പോലെ നമ്മൾ കാണണം. അപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം 3D പിക്ചർ ഇമാജിൻ ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറണ്ട് എവിടെ നിന്ന് അങ്ങോട്ടാ? എയിൽ നിന്നും ബിയിലേക്കാണ്. അതായത് ഈ എൻഡിൽ കറണ്ട് മുകളിലേക്ക്, ഈ ഭാഗത്ത് കറണ്ട് എങ്ങനെയാണ് വരിക? മുകളിലേക്ക് അല്ലേ? ഈ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ ഇവിടെ എത്തുമ്പോൾ അതെങ്ങോട്ടാണ് പോരാ? താഴേക്ക്. അപ്പോൾ ഇവിടെയുള്ള കണ്ടക്ടർ ഇങ്ങനെ നേരെ, ഇവിടെയുള്ള കണ്ടക്ടർ ഇങ്ങനെയോ ആയി നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ്. ഈ ഭാഗത്തോ ക്ലോക്ക് വൈസ്. അങ്ങനെയല്ലേ വരാം. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എയിൽ നിന്നും ബിയിലേക്ക്, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇങ്ങനെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ വരുന്നതെങ്കിൽ എയിൽ നിന്നും ബിയിലേക്കാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്കിൽ എയിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സർക്കിൾ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് വരിക? ഇങ്ങനെ വയ്ക്കുമ്പോൾ ആൻറ്റി ക്ലോക്കായിട്ട് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി ബി എന്ന ഭാഗത്ത് കറണ്ട് എങ്ങോട്ടാണ്? താഴേക്കാണ്. അപ്പോൾ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുമ്പോഴോ ക്ലോക്ക് വൈസ്. ശരിയാണോ നോക്കുക? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നോക്കി നോക്കുക, ഇങ്ങോട്ടാണ് വരുന്നത് ക്ലോക്ക് വൈസ്. അപ്പം സർക്കുലർ കോയിലാവുമ്പോൾ നമുക്ക് രണ്ട് എൻഡിൽ എന്ത് കിട്ടും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കിട്ടും. സർക്കുലർ കോയിലാകുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ്സ് രണ്ട് എൻഡിൽ കിട്ടും. ഇവിടെ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഈ എൻഡിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും. അപ്രദക്ഷിണ ദിശയിൽ, ഇവിടെ പ്രദക്ഷിണ ദിശയിൽ. ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾ ഏതാണ്? മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഓർ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, കറണ്ടിൻ്റെ ഡയറക്ഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ തീരുമാനിക്കുന്നത്. കറണ്ടിൻ്റെ അളവാണ് മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളമാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഡയറക്ഷൻ ഓഫ് കറണ്ടാണ്. കറണ്ടിൻ്റെ ഡയറക്ഷന് വിപരീതമായിരിക്കും ഇലക്ട്രോണിൻ്റെ ഫ്ലോ. ക്ലിയർ ആണല്ലോ? അപ്പോൾ സർക്കുലർ കോയിലിൽ നമ്മൾ രണ്ട് ലീനിയർ കണ്ടക്ടർ ഉള്ള പോലെ നമ്മൾ പരിഗണിച്ച് ചിത്രം വരയ്ക്കാം. ചിത്രം വരച്ച് പഠിക്കൽ നിർബന്ധമാണ്. അത് പരീക്ഷയ്ക്ക് ഉണ്ടാവും.
ഡയറക്ഷൻ എഴുതാൻ ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷൻ തരും, എന്നിട്ട് കറണ്ടിന് ഡയറക്ഷൻ കാണിക്കാൻ പറയും, അല്ലെങ്കിൽ കറണ്ടിന് ഡയറക്ഷൻ പറഞ്ഞിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷൻ പറയാം. അതുമല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, ഇലക്ട്രോൺ എങ്ങോട്ട് ഫ്ലോ ചെയ്യും എന്ന് ചോദിക്കാം. അപ്പോൾ ഇലക്ട്രോൺ എങ്ങോട്ട് ഫ്ലോ ചെയ്യും? കറണ്ടിന് ഡയറക്ഷൻ കിട്ടിയാൽ അതിന് ഓപ്പോസിറ്റ് ആണെന്ന് പറയാൻ പറ്റണം. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റാണ് ആരുണ്ടാവുക? ഇലക്ട്രോണിൻ്റെ ഫ്ലോ. കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, താഴേക്കാണെങ്കിലോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. വലത്തെ കൈയുടെ തമ്പിൻ്റെ ഡയറക്ഷൻ കറണ്ടാണ്, അതിനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന വിരലുകൾ മാഗ്നറ്റിക് ഫീൽഡിനെയും സൂചിപ്പിക്കും. ശ്രദ്ധിക്കുക, വലത് കൈയുടെ തള്ളവിരൽ കറണ്ടിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിച്ചാൽ അതിനെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന വിരലുകളുടെ ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇനി നമ്മൾ ഈ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കൂട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ സർക്കുലർ കോയിൽ അല്ലേ? സൗത്തും നോർത്തും ഞാനിങ്ങനെ അടയാളപ്പെടുത്തി ഇതിന് ഒരു കോമ്പസ് നീഡിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നീഡിൽ എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക? ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ? അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസാണ്. ഇവിടെ നമ്മൾ കറണ്ടിൻ്റെ അളവ് കൂട്ടിയാൽ ഡിഫ്ലക്ഷൻ്റെ അളവ് കൂടും. അതിൻ്റെ അർത്ഥം എന്താ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കറണ്ടിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി കോയിലിൻ്റെ എണ്ണം കൂട്ടിയാലോ, നമ്പർ ഓഫ് കോയിൽസ് കൂട്ടിയാലോ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഹൗ ക്യാൻ യു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സർക്കുലർ കോയിൽ? ബൈ ഇൻക്രീസിങ് ദി amount of current and increasing the number of turns of the coil. അപ്പോൾ കറണ്ടിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു. സർക്കുലർ കോയിൽസിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതിനനുസരിച്ചും സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് ബാർ മാഗ്നറ്റ്, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ഈസ്റ്റഡിൻ്റെ എക്സ്പെരിമെൻറ്റിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, കണ്ടക്ടറിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സർക്കുലാർ ലൂപ്പിൻ്റെയും ലീനിയർ കണ്ടക്ടറിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചു. അപ്പോൾ സർക്കുലാർ ലൂപ്പിൻ്റെ വരച്ച് കാണിക്കാം. പരീക്ഷയ്ക്ക് ചിത്രം വരയ്ക്കാൻ പറയുമ്പോൾ ഇമാജിൻ ചെയ്തങ്ങ് വരയ്ക്കാം. അപ്പോൾ ഇതാ സർക്കുലാർ കോയിൽ. അപ്പോൾ ഇവിടുന്ന് നിങ്ങളെന്ത് ചെയ്യുക? നെഗറ്റീവ് ഇവിടെയും പോസിറ്റീവ് ഇവിടെയും കൊടുത്തു ഈ എൻഡിലേക്ക് കണക്ട് ചെയ്യും. ഇങ്ങനെ കണക്ട് ചെയ്തപ്പോൾ കറണ്ട് എവിടെ നിന്ന് അങ്ങോട്ടാണ്? ഇതാ ഈ എൻഡ് എ നമ്മൾ മാർക്ക് ചെയ്ത് ഈ എൻഡ് ബി. കിട്ടിയില്ലേ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സർക്കിൾസ് ആദ്യം അങ്ങ് വരച്ചേക്കുക. പിന്നെ ഡൗട്ടൊന്നുമില്ല, ഡയറക്ഷൻ മാർക്ക് ചെയ്യാനേ ഉള്ളൂ. വരച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ എങ്ങനെയാണ്? ദ ഡയറക്ഷൻ ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻറ്റി ക്ലോക്ക് വൈസ്. ഇവിടെയാണെങ്കിലോ ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ്. ഓക്കെ. അപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ്. കറണ്ട് ആൻറ്റി ക്ലോക്കാണ്. കറണ്ട് ആൻറ്റി ക്ലോക്ക് ആയപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഔട്ട് ഓഫ് ദ പ്ലെയിൻ. കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിലായപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഔട്ട് ഓഫ് ദി പേപ്പർ, പ്ലെയിൻ ഓഫ് പേപ്പർ. ഔട്ട് ഓഫ് പ്ലെയിൻ ഓഫ് പേപ്പർ, പേപ്പറിൽ നിന്നും പുറത്തേക്ക്. എന്നാൽ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ, അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഇവിടെ നിങ്ങോട്ട് ഇത് എ ആണ്, ബി ടു എ ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കറണ്ട് ഡയറക്ഷൻ എന്തായി? ക്ലോക്ക് വൈസ്. അപ്പോൾ ഈ ഭാഗം എങ്ങനെ കിട്ടും? ഇവിടെ വരച്ചതിൻ്റെ ഓപ്പോസിറ്റ്. ഇങ്ങനെയാ. ഇത് ആൻറ്റി ക്ലോക്ക്. ഇവിടെയോ ക്ലോക്ക്. അപ്പോൾ ഇഫ് കറണ്ട് ഇസ് ക്ലോക്ക് വൈസ്
magnetic field is into the paper, into the plane of paper. Current clockwise ആണെങ്കിൽ magnetic field into the plane of paper, into the plane of paper. But direction of current is anti-clockwise, magnetic field out of the plane of paper. പ്ലെയിൻ ഉള്ളിലേക്ക്, പേപ്പറിന് പുറത്തേക്കായിരിക്കും ആൻറ്റി ക്ലോക്ക് വൈസ്. കറണ്ട് ഡയറക്ഷൻ അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, ഡയറക്ഷൻ ഓഫ് കറണ്ടിൻ്റെ ദിശ അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പേപ്പറിൽ നിന്നും പുറത്തേക്കും. കറണ്ടിൻ്റെ ഡയറക്ഷൻ പ്രദക്ഷിണ ദിശ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദി പേപ്പർ, പേപ്പറിന് ഉള്ളിലേക്കും ആയിരിക്കും. പേപ്പറിന് ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് അകലേക്ക്, പേപ്പറിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്തേക്ക്, ടുവേർഡ്സ് അസ്. ഔട്ട് ഓഫ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് അസ്, ഇൻ ടു ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എവേ ഫ്രം അസ്. അപ്പോൾ ഡയറക്ഷൻ ശ്രദ്ധിച്ച് പഠിക്കുക, വേറെ ഒരു ടെൻഷനും ഇല്ല. ചിത്രം വരയ്ക്കുക, വരച്ച് പഠിക്കുക. അപ്പം ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് draw the magnetic field lines around a straight conductor and a circular coil. Draw the magnetic field lines around a straight conductor and a circular coil. ഒരു നിവർന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക ബലരേഖകളും സർക്കുലർ കോയിലിന് ചുറ്റുമുള്ള കാന്തിക ബലരേഖകളും ചിത്രീകരിക്കുക. രണ്ടാമത്തെ ചോദ്യം, ബാർ മാഗ്നറ്റും സോളിനോയിഡും താരതമ്യം ചെയ്യുക. കമ്പയർ ദി ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നിർത്താം. നമ്മുടെ മനസ്സിലായില്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക എല്ലാവരും. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചിത്രം വരച്ച് പഠിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുക. ഓക്കെ, താങ്ക് യു.